ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹീറോൻ്റെ മാസ്റ്ററാണ് വണ്ടി, പഴയ മോഡൽ. അത് വർക്കിന് കയറിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നിലവിൽ പറഞ്ഞേക്കുന്നത് ഫ്രണ്ട് ടയർ മാർനേഴ്സ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ കോൺസെപ്റ്റിൻ്റെ കംപ്ലയിൻറ്റ് പറഞ്ഞു, വണ്ടി ഒരു സൈഡ് വലിച്ചിട്ടുണ്ട്. ബ്രേക്ക് ചെക്കപ്പ്, ബാറ്ററി ചാർജിങ്, സെൽഫിൻ്റെ പ്രോബ്ലം, അതൊക്കെയാണ് പറഞ്ഞാണ് മെയിനായിട്ട് പറഞ്ഞ കംപ്ലയിൻറ്റ് കേട്ടോ. ഇപ്പോൾ നമുക്ക് വണ്ടി ഫസ്റ്റ് ഓടിച്ച് പോകുന്ന സമയത്ത് വണ്ടി നല്ല രീതിയിൽ സൈഡ് വലിവുണ്ട്. വണ്ടി ഒരു രീതിയിലും ഹാൻഡിൽ നേരെ പോകാത്തൊരു കണ്ടീഷനിൽ വണ്ടി ഓടിക്കൊണ്ടിരുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടയറും വളരെ മോശമായിരുന്നു. അപ്പോൾ ടയറിൻ്റെ ഇത് പഴയ ടയറാണ്. പഴയ ടയറിൻ്റെ അവസ്ഥ ഇതാണ്, ഒട്ടും ഗ്രിപ്പ് ഉണ്ടായില്ല, സൈഡൊക്കെ നല്ലോണം തേഞ്ഞു പോയതാണ്. അപ്പോൾ നമ്മൾ ടയർ മാറ്റി MRFൻ്റെ സാപ്പർ മോഡൽ കമ്പനി ടയറിലേക്ക് ആക്കി. അതിനുശേഷം നമുക്ക് അതിൻ്റെ ഇതിൻ്റെ ലിങ്കിൻ്റെ ബുഷുകൾ, ഈ ബുഷുകളും തേയ്മാനം ഉണ്ടായിരുന്നു, അത് മാറ്റിയിട്ട് നമ്മൾ വണ്ടി ഓടിച്ച് നോക്കിയതാണ്. പക്ഷേ നമുക്ക് ഫസ്റ്റ് വണ്ടി ഓടിക്കുമ്പോൾ തന്നെ ഹാൻഡിൻ്റെ ഭാഗത്ത് നല്ല രീതിയിൽ ബലം അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഈ ടയർ മാറ്റി നോക്കിയിട്ടും പ്രത്യക്ഷത്തിൽ നമുക്ക് വലിയൊരു വേരിയേഷൻ ഒന്നും പറയാനില്ല. കാരണം ഫ്രണ്ട് ഫോർക്കിൻ്റെയാണ് കംപ്ലയിൻറ്റ്. അതായത് ഈ ഫോർക്ക് അസംബ്ലിയാണ് പ്രോബ്ലം. ഫോർക്ക് അസംബ്ലി എന്ന് പറയുമ്പോൾ ഇവിടെ തുടങ്ങിയത് ഈ മുകളിൽ വരെയുള്ള ഒറ്റ ലെങ്ത്ത് വന്നൊരു യൂണിറ്റാണ്. അത് മാറ്റിയാൽ തന്നെയാണ് നമുക്ക് ആ വണ്ടി സ്മൂത്തായിട്ട് ഓടിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ നമ്മൾ ടയർ മാറ്റിയിട്ടുണ്ടെന്ന് പറഞ്ഞാലും കുറച്ച് കുറഞ്ഞു എന്നല്ലാണ്ട് നമുക്ക് വലിയൊരു എഫക്റ്റായിട്ട് തോന്നണമെന്നില്ല. കാരണം എന്ന് വെച്ചാൽ ഒരല്പ വ്യത്യാസം വന്നിട്ടുണ്ട്. പക്ഷേ എന്നാലും ഹാൻഡിൽ നല്ല ബലം. നമ്മളിപ്പോൾ ജസ്റ്റ് ഒരു കൈയൊക്കെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഹാൻഡിൽ കൈ എടുത്ത് കഴിഞ്ഞാൽ വണ്ടി ലെഫ്റ്റ് സൈഡിലേക്ക് വണ്ടി എടുത്ത് പോകുന്നുണ്ട്. ശരിക്കും ആ ഫോർക്കിൻ്റെയാണ് മെയിനായിട്ടുള്ള കംപ്ലയിൻറ്റ്. ഇപ്പോൾ ടയർ മാറ്റിയിട്ട് ഒരല്പം കുറഞ്ഞു എന്നല്ലാണ്ട് കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങളൊന്നും വന്നിട്ടില്ല. പിന്നെ ബ്രേക്ക് ചെക്കപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബ്രേക്ക് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട്. ഫ്രണ്ട് ബ്രേക്ക് ആയാലും ലൈനർ അത്യാവശ്യമുണ്ട്, ബാക്കിലത്തെ അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട്. പിന്നെ വണ്ടി ഓടിച്ച് നോക്കുന്ന സമയത്ത് ഈ ഫ്രണ്ട് ഭാഗമൊക്കെ കിടന്ന് നല്ല ജർക്കിങ്ങാണ്. ഇവിടെയൊക്കെ നല്ല വൈബ്രേഷൻ. അതുകൊണ്ട് നോക്കുമ്പോൾ ഈ ഹാൻഡിൽ കവർ ഇവിടെയൊക്കെ കവറൊക്കെ പൊട്ടിയിരിക്കണം കേട്ടോ. അതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഫൈബർ ബോഡിയാണ്, ഫൈബർ കവറാണ്. അപ്പോൾ അത് പൊട്ടിയിരിക്കണം. അത് മാറ്റിയാൽ തന്നെയാണ് 100% ക്ലിയർ ആയിട്ടിരിക്കുള്ളൂ. അതല്ലെങ്കിൽ തൽക്കാലം എന്തെങ്കിലും സ്ക്രൂ ഒക്കെ വെച്ച് പിടിപ്പിക്കാമെന്ന് മാത്രം. പക്ഷേ അത് ശാശ്വത പരിഹാരമല്ല കേട്ടോ. ഇപ്പോൾ ഈ ഫ്രണ്ട് ഫോർക്ക് മാറ്റി വെച്ചാൽ ഹാൻഡിൽ റെഡി ആവുള്ളൂ. പിന്നെ നമുക്ക് അതിൻ്റെ സീറ്റ് ലോക്കിൻ്റെ കേസ് പറഞ്ഞിട്ടുണ്ട്. സീറ്റ് ലോക്കിൻ്റെ കേസ് എന്ന് പറയുമ്പോഴത്തേക്കും സീറ്റ് അസംബ്ലിമേന്ന് ഇവിടെ വന്ന ഒരു ക്ലിപ്പുണ്ട്. ആ ക്ലിപ്പ് ഇതുമേന്ന് പൊട്ടിപ്പോയേക്കാണ്. അത് ശരിക്കും പറഞ്ഞാൽ വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ശരിക്കും സീറ്റ് അസംബ്ലി മാറ്റി ഇതേപോലെ തന്നെ ഫുൾ സെറ്റ് പുതിയത് വെക്കാനാണ് പറ്റുള്ളൂ. ഇനി അതല്ലെങ്കിൽ തൽക്കാലം നമുക്ക് അതിനൊരു ക്ലാമ്പ് വെച്ച് പിടിപ്പിച്ച് റീസെറ്റ് ആക്കാം. പക്ഷേ അതും ഈ പറഞ്ഞ പോലെ 100% ഒരു പരിഹാര മാർഗ്ഗമല്ല. തൽക്കാലം നമുക്ക് കൊണ്ടുനടക്കാം എന്ന് മാത്രം കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നോക്കിയിട്ടൊന്ന് പറയുകയാണെങ്കിൽ അതനുസരിച്ചിട്ട് നമുക്ക് ഇപ്പോൾ ഫോർക്കൊക്കെ നമ്മൾ ഓർഡർ ചെയ്ത് വരുത്തേണ്ടി വരും. അതേപോലെ തന്നെ ഹാൻഡിലിൻ്റെ കവർ പൊട്ടിയിരിക്കുന്നത് മാറ്റുന്നുണ്ടെങ്കിൽ അതിൻ്റെ കേസ് കൂടി ഒന്ന് പറയാം. സീറ്റിൻ്റെ കേസ് എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ള അതുകൂടി ഒന്ന് പറയാം. മാറ്റി ചെയ്യണോ ഇനി അതല്ലെങ്കിൽ അത് റിപ്പയർ ചെയ്ത് എടുത്താൽ മതിയോ? റിപ്പയർ ചെയ്താലും 100% ഒരു ഇത് കിട്ടുമെന്ന് ചേട്ടോ. ശാശ്വത പരിഹാരമൊന്നുമല്ല. തൽക്കാലം നമുക്ക് ലോക്കാക്കി ഉപയോഗിച്ച് കൊണ്ട് നടക്കാമെന്ന് മാത്രം. പക്ഷേ അത് നല്ല ശക്തമായിട്ട് പിടിച്ച് പൊക്കി കഴിഞ്ഞാൽ പൊന്തി പോരുകയും ചെയ്യും. അതെങ്ങനെ പൊളിഞ്ഞു പോയതെന്ന് അറിയില്ല. സാധാരണ അത് നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കേണ്ട റേറ്റാണത്. അപ്പോൾ വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം. അതനുസരിച്ചിട്ട് നമുക്ക് അതിൻ്റെ ഏകദേശം നമുക്ക് അതിന് എത്ര കോസ്റ്റ് വരും നമുക്ക് നോക്കി അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ ഐറ്റം മാറ്റി ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. കാരണം എന്ന് വെച്ചാൽ പിന്നീട് ഒരു തലവേദന വരാതിരിക്കാനായിട്ട് കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം. അതനുസരിച്ച് നമുക്ക് ചെയ്യാം.